ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പോണത് മഞ്ചേരി കാർണിവലില്ലേ അതിൽക്കാണേ. അപ്പോൾ എന്നോട് ഒരാളറിഞ്ഞേ ഒരു പെണ്ണാണ് കേട്ടോ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾക്കൊക്കെ നടക്കും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ഈ പോണത് എല്ലാവർക്കും നടക്കും. കാരണം നമ്മളിത് സ്റ്റാറ്റസ് വെച്ചിട്ടാട്ടോ പോണേ. സ്റ്റാറ്റസ് വെച്ച് എൻ്റെ സ്റ്റാറ്റസ് കണ്ട ആൾക്കാർ ഇത് കാണുന്നുണ്ടാവും. 50 ആളുകൾ കണ്ടാൽ നമുക്ക് ഒരാൾക്കുള്ള പാസ് ഫ്രീ ആണ്. ഇത് 100ലേറെ ആൾ കണ്ടുകണമെങ്കിൽ നമുക്ക് ഫുൾ ഫാമിലിക്കുള്ള പാസ് എന്നാണ് അതിൽ കൊടുത്തിരുന്നത് കേട്ടോ. പിന്നെ അവിടെ ചെന്നാലേ നമുക്കിത് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് മുന്നേ ആയിട്ട് തന്നെ കാറ് പാർക്ക് ചെയ്തിട്ട് പോവുകയാണ്. അവിടെ സ്ഥലം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് പോവാം കേട്ടോ. അപ്പോൾ ആദ്യക്കുട്ടി ഇതാ നടന്നുകൊണ്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ തന്നെ കാർ പാർക്കിങ്ങിനുള്ള സൗകര്യം ഉണ്ടെങ്കിലും കാർ പാർക്കിംഗ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ സ്ഥലം ഉണ്ടായിരുന്നില്ല. നമ്മളവിടെ നിർത്തിയത് നന്നായി. അപ്പോൾ അത് നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 വലിയ ആൾ 2 കുട്ടികൾ എന്നാണ് അതിൽ കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടില്ല. കാരണം ബാഗ് കയറിയിട്ടില്ല. ഞാനും പൊന്നും 2 കുട്ടികളും 5 വയസ്സിന് മുകൾക്കുള്ള ആളുകൾക്ക് ടിക്കറ്റ് വേണം. അപ്പോൾ നമ്മൾ ഇത് ചെയ്തതുകൊണ്ട് നമുക്ക് തന്നെ ടിക്കറ്റ് വേണ്ട കേട്ടോ. അങ്ങനെ നമ്മളതിൽ കയറി നമ്മൾ ഇവിടെ പോയില്ലേ ഇടക്കര അതുപോലെ തന്നെ കേട്ടോ. ആദ്യം ഇങ്ങനെ കുറച്ച് കോഴികൾ പക്ഷികൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാ പാമ്പുണ്ട്. പിന്നെ എന്താ ഒരു ഇത് കയറ്റിലിടില്ല. ആദ്യ കുട്ടിനോടേ ഇങ്ങോട്ട് വാന്ന് പറയട്ടെ. അയാളെ ഉണ്ടോ പോണ്? ഈ ഒരു സാധനം കയ്യിൽ ഇങ്ങനെ അതിൻ്റെ നഖം തട്ടുന്നുണ്ട് കേട്ടോ. അതാണ് മുത്തുട്ടിക്ക് ഇങ്ങനെ ഒരു ഇതായത്. കാരണം അവിടേക്കും കേട്ട് നമ്മൾ കുപ്പായൊന്നും ഇല്ലെങ്കിൽ കൈയില്ലെങ്കിൽ അത് തട്ടിട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇത് ഭയങ്കര നാണം കുടുങ്ങിയാണ്ട് പോവുകയാണ് കേട്ടോ. തൊടാൻ സമ്മതിക്കണില്ല. അപ്പോഴേക്ക് കൊത്താൻ വരിക. പിന്നെ നമ്മൾ അരയന്നം അങ്ങനത്തേതാ ഈ കാണുന്ന പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പലതരം തത്തകൾ, പിന്നെന്താ പലതരം കോഴികൾ കണ്ട കുഞ്ഞൊരു പക്ഷി കേട്ടോ. അവൻ്റെ എന്തൊരു ഭംഗിയാണ് ഇതിനെ കാണാൻ. പിന്നെ ആദ്യക്കുട്ടിക്ക് ഇങ്ങനെ ഓരോന്ന് എടുത്ത് കാണിച്ചു കൊടുക്കും. അവനക്ക് ഇതിനെ തന്നെ കാണണം, എത്ര ഭംഗിയുണ്ടായിരുന്നു അത്. പിന്നെ ആ ഒരു സാധനത്തിൻ്റെ വായിന്ന് ചോരയൊക്കെ വരുന്നുണ്ടായിരുന്നു. അതെന്താ സാധനം ഞങ്ങൾക്ക് അറിയണില്ല. പിന്നെ ഇതാ ഈ കോഴി ഉണ്ടായിരുന്നു. പിന്നെ ഇതുണ്ടായിരുന്നു. പിന്നെ ആ പക്ഷിയുടെ വേറെ ഒന്നുണ്ടായിരുന്നു. കളർ മാറ്റാണ് കേട്ടോ അതിൻ്റെ. പിന്നെ ഇതാ എലിക്കുട്ടികളാണ് ചത്ത പോലെ കിടക്കുന്നുണ്ട്. പിന്നെ 2 മുയൽ, കോഴി. ഈ ഒരു കോഴി നമ്മൾ അവിടെയും കണ്ടിരുന്നു കേട്ടോ, ഇടക്കലും കണ്ടിരുന്നു. പിന്നെ ഇതുപോലെ ലവ് ബേഡ്സുകൾ, തത്തകൾ, അങ്ങനെ പല ഐറ്റംസുകൾ കേട്ടോ. അതിങ്ങനെ ആ ഒരു സൈഡിന് 2 ഭാഗത്ത് നമുക്ക് കാണാണ്ടായിരുന്നു. പിന്നെ ഫാൻസി ഐറ്റംസ് നമ്മൾ അവിടെ കണ്ട പോലെ ആ മിഠായികളും ഫാൻസി ഐറ്റംസുകളും. പിന്നെ നുറുക്കുകൾ. പിന്നെ ഞാൻ ഇവിടുന്ന് ഈ ഒരു പുളിയച്ചാറിന് 20 രൂപയാണ് പറഞ്ഞപ്പം ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ മിഠായിക്കൊക്കെ 20 രൂപ കേട്ടോ 2 എണ്ണത്തിന്. അതിന് 2 എണ്ണത്തിന് ഇതാണ് കേട്ടോ. പിന്നെ അങ്ങനെ ബജ്ജികളൊക്കെ ഉണ്ട് കേട്ടോ. കോളിഫ്ലവർ, പിന്നെ മുളകിൻ്റെ ബജ്ജി അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ അങ്ങനെ സ്വീറ്റ് കോർണ് അങ്ങനെ കുറച്ച് ഭക്ഷണം കഴിക്കാനുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഊഞ്ഞാൽ, തോണി, പിന്നെ കുട്ടികൾ ഇങ്ങനെ കളിക്കണതാ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് പ്രൈസ് 70, 80, തോണിക്ക് 100 പിന്നെ ഊഞ്ഞാലിന് 100. ഇതെന്താ അത് സംഭവം എന്ന് മനസ്സിലാവില്ല. നിലൊക്കെ വീഡിയോയിൽ വരുന്നത് ഫോൺ നെങ്ങിയതാവും കേട്ടോ. പിന്നെ അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കുറേ ഉണ്ട്, ഐറ്റംസുകളൊക്കെ കുറേ ഉണ്ട്. പക്ഷെങ്കിൽ നമ്മൾ എല്ലായിടത്തൊന്നും കയറിയതുകൊണ്ട് തന്നെ ഞാനൊന്നിലും കയറാൻ നിന്നില്ല. പിന്നെ തോണിക്ക് ചെറിയ കുട്ടികൾ പല്ലുവിന് കയറ്റുമ്പോൾ നമ്മൾ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അതിൽ കയറി കേട്ടോ. അതിൽ കയറാൻ അവർക്ക് നല്ല ഇതുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ കയറിയിട്ടില്ല. പിന്നെ ഇതാണ് കേട്ടോ മരണക്കിണർ. അതിൽ എനിക്ക് തോന്നണം ഞാൻ പൊന്നു ചെറുതായെന്നിട്ട് കയറിയതാ തോന്നുന്നുണ്ട്. അപ്പോൾ അതിൽ കയറാൻ ചെറിയൊരു കമ്പണ്ടേ കേട്ടോ. ആദ്യക്കുട്ടി അത് അവിടെ അനൗൺസ് ചെയ്യണം കാര്യങ്ങളൊക്കെ നോക്കുകയുണ്ടോ. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളങ്ങനെ മരണക്കിണർക്ക് കയറിയിട്ടോ. ഞങ്ങൾക്ക് 2 മാത്രം ടിക്കറ്റ് വാങ്ങിയിട്ടുള്ളൂ. മുത്തൂന് അല്ലൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കിക്കണ്ടു. ഇവർ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ കണ്ടോ ആ ഒരു ഇതുണ്ട് കേട്ടോ മുത്തുട്ടി. അപ്പോൾ അതിന്മേൽ ചാരി നിൽക്കരുതേന്ന് അവർ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിന്മേൽ കുട്ടികളൊക്കെ ഒന്ന് മാറ്റി നിർത്താൻ പറഞ്ഞിന്. അപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സൗണ്ട് ഞാൻ കുറച്ചിടാം. അപ്പോഴേ കേൾക്കാനൊരു കാണാനൊക്കെ ഒരു രസം ഉണ്ടാവുള്ളൂ അല്ലേ. നിങ്ങളെന്തായാലും കണ്ടൊന്ന് നോക്കിയിട്ടോ. ചിലപ്പോൾ അധികം ആൾക്കാരും ഇതിൽ കയറിയിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ അടിപൊളിയാണിട്ടത്. പക്ഷെ ഇത് തുടങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ അല്ലുവിന് ചെറുതായിട്ടൊരു പേടിയൊക്കെ ആയിട്ട്. കാരണം ഭയങ്കര കുലുക്കേന്.
പഠിക്കുന്നതിൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. അതാണ് ഭയങ്കര ഇത്. ഇനിയിപ്പോൾ ഈ കാറ് വരുന്നത് എന്താ വെച്ചാൽ തൊട്ടടുത്തേക്കാണ് ഈ കാറ് വരുന്നത്. കാറ് ഒന്ന് ഭയങ്കര കുലുക്കായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ ഭയങ്കര പേടിയിരുന്നേ. എന്തായാലും നല്ല ഒരു രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നുള്ള പേടി എന്താ വെച്ചാൽ ഇതൊരു കൂടാരാണല്ലോ, അപ്പോൾ ഇത് ഈ കാറും തോന്നും ഭയങ്കര കുലുക്കായതുകൊണ്ട് തന്നെ ആ ഒരു പേടിയുണ്ട് കേട്ടോ അവിടെ നിൽക്കുമ്പോൾ. പിന്നെ അയാളുണ്ടല്ലോ സ്റ്റിയറിംഗ് മേലെ ഒരു വിരലിങ്ങനെ പിടിച്ചിട്ടാട്ടോ വിടുന്നേ. പിന്നെ ആ ഒരു തടിച്ച് പെണ്ണ് ആ താഴത്തെ ആ ഒരു എൻ്റെ അല്ലു പേടിച്ചിരിക്കണുണ്ടോ, അതിന് ഭയങ്കര പേടിയിട്ട്. ആദ്യമൊക്കെ അത്രക്കൊരു പേടിയൊന്നുമില്ല. ആ മുത്തൊട്ടിക്കും ചെറിയൊരു പേടിയുണ്ട്, കണ്ടില്ല എന്നെ പിടിച്ചിങ്ങനെ ഇറുക്കി നിൽക്കുകയാണ്. കാരണം കാർ കൂടി വന്നപ്പോൾ ഭയങ്കര കുലുക്കേന്ന്. ഇതിലൊരു പെണ്ണിനെയും കൊണ്ടാട്ടോ അത് കയറുന്നത്. നല്ല തടിയുള്ളൊരു പെണ്ണാണ്, പക്ഷെ അതിന് പേടിയൊന്നുമില്ല കേട്ടോ, കണ്ടില്ലേ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് എൻ്റെ പൊന്നും മുത്തുട്ടിയൊക്കെ പറയാൻ വെച്ചാൽ ഒന്നുകൂടി കയറാം. അവർ ആദ്യമായിട്ട് കാണാൻ കേട്ടോ. ഞാൻ കുറേ മുന്നേരട്ടം കണ്ടിട്ടുണ്ട്, പക്ഷെ അന്ന് കാറ് ഇത്രയും ഉയരത്തിലൊന്നും വന്നിട്ടുണ്ടായില്ല, അങ്ങനെ കുറച്ച് വന്നിട്ടുള്ളൂ. ഇത് ഭയങ്കര കണ്ടില്ല, ഇതിൻ്റെ മുകൾക്കറ്റ് എത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ ഇതിൽ കയറിക്കൊണ്ടി. പിന്നെ നമുക്ക് ആ ഒരു സ്റ്റാറ്റസ് വെക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് 50 രൂപ കൊടുക്കണ്ടല്ലോ, 4 ടിക്കറ്റ് ഫ്രീ ആയിട്ട് കയറട്ടോ. ഒരു ഫാമിലിയിൽ അത്രേ പറ്റുള്ളൂ, 2 കുട്ടികൾ 2 വലിയോല് അത്രേ പറ്റുള്ളൂ കേട്ടോ. അതുണ്ടല്ലോ ഈ പെണ്ണും കണ്ട ആ ചെങ്ങായി ഞാൻ പറഞ്ഞ പോലെ സ്റ്റിയറിങ്ങിൽ ഒരു വിരൽ പിടിച്ചിട്ടുള്ളൂ, കണ്ടില്ലേ. കുട്ടികൾക്ക് ഭയങ്കര ഇതിട്ടോ. പിന്നെ ആളുകൾ പൈസ കൊടുക്കുന്നുണ്ട്, പൈസ കൊടുത്താൽ അവർ വാങ്ങും, കഴിയണ പോലെ അവർക്ക് വാങ്ങാൻ കഴിയണ പോലെ വാങ്ങും കേട്ടോ. അതിൻ്റെ ഒരു ഇത് മരണക്കിണറിൻ്റെ. പിന്നെ ഞാൻ ഇത് എന്താ കാണിക്കണമെന്ന് വെച്ചാൽ കുറച്ച് പ്രായമായൊരു ആൾ കേട്ടോ, കണ്ടോ ഈ ഒരു വെള്ളം ഇങ്ങനെ ഈ വരുന്നുണ്ടല്ലോ ഈ സൈഡ് കൂടെ അങ്ങനെ വരുന്നത്. അതിന് നല്ല പേടിയുണ്ട് കേട്ടോ. അതുണ്ടല്ലോ ഇങ്ങനെ അങ്ങോട്ട് തല ആവണതനുസരിച്ചൊക്കെ പേടിച്ചിരിക്കണം, അതാട്ടോ ഞാൻ കാണിച്ചത്. പിന്നെ ഈ ഒരു തോണി വലിയ തോണി കേട്ടോ, എത്രയേ വലിയൊരു തോണിയാണെങ്കിൽ അതിന് 100 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടിറങ്ങി കേട്ടോ. പെട്ടെന്ന് ഇറങ്ങിക്കണ്, അധികം സമയം അവിടെ നിന്നില്ല. പിന്നെ നമ്മൾ പുളിയച്ചാറൊക്കെ കഴിച്ച് അവിടെ ഒരു ഓട്ടോയിൽ ഇരുന്നേ, ഒരാളെ കാണാൻ പോയിരുന്നു. അപ്പോൾ നമ്മൾ അത് കുറച്ച് സമയം അവിടെ ഒരു ഓട്ടോയിൽ ഇങ്ങനെ ഇരുന്നു. എത്ര ആയിട്ടുള്ള സമയം എന്ന് വെച്ചാൽ 7:30 അങ്ങനെയൊക്കെ ആയിട്ടുള്ളൂ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിരിക്കണം. അപ്പോൾ അവൾക്ക് വെള്ളത്തിന് ദാഹിക്കണം, മുത്തുട്ടി അതാട്ടോ അങ്ങനെ ഇരിക്കണത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ. കാരണം എന്താ വെച്ചാൽ നമ്മളങ്ങനെ ഫ്രീ ആയിപ്പോയതുകൊണ്ട് നമുക്ക് മരണക്കിണറിൽ കയറിയതുകൊണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. മറ്റേ നമ്മളെല്ലാവരും കൂടെ എല്ലാത്തിലും കയറുമ്പോൾ നല്ല പൈസയാവും. എല്ലാവരും പറയണത് വെറുതെ അല്ല. നമുക്കൊരു ഇതിന് പോകുമ്പോൾ എന്താ വെച്ചാൽ എങ്ങനെയായാലും ഇത്രയും കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ എല്ലാത്തിലും കയറും വേണ്ടി വരും, കാണും വേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ പിന്നെ നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ കയറണുണ്ട്, അത് അത്ര ഇതായിട്ട് തോന്നില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.